ഹായ് ഫ്രണ്ട്സ്, ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചക്കക്കുരു മാങ്ങാക്കറിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ചക്കക്കുരു മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങായും അതുപോലെ തന്നെ പച്ചമുളകും കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമാങ്ങ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ആ 2 മാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുന്നു. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് 4 പച്ചമുളകാണ് ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ 4 പച്ചമുളക് ഇട്ട് കൊടുത്തു. ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ചക്കക്കുരു മാങ്ങാക്കറിക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ചക്കക്കുരു കിടക്കുന്നതിന് നികക്കേ വെള്ളം ഒഴിക്കാവുള്ളൂ. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേകാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, അതുപോലെ 3 ചെറിയുള്ളി, കുറച്ച് നമ്മുടെ കാന്താരി, പിന്നെ കുറച്ച് ജീരകം, അതുപോലെ 5-6 അല്ലി വെളുത്തുള്ളിയാണ് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ കുക്കറിലിരുന്ന് വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 6 വിസിലടിച്ചപ്പോൾ നമ്മൾ തുറന്നു നോക്കുവാണ് ചക്കക്കുരു വെന്തോന്ന്. അപ്പം നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി നമുക്കിത് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കുമ്പോഴേ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ കൊഴുപ്പും കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുക. ഇത് ഈ ഒരു പരുവത്തിൽ ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് വീണ്ടും സ്റ്റൗവിലേക്ക് വയ്ക്കുക. എന്നിട്ട് മുമ്പേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചക്കക്കുരു ഒക്കെ ഉടച്ചപ്പോൾ തന്നെ നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അരപ്പും കൂടെ ചേർത്തപ്പോഴത്തേക്കും കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുറച്ച് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കറി വീണ്ടും കുറുകുവാണ്. ഇരിക്കെ കുറുകും. അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഇത് നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ പയ്യെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയുടെ ലാസ്റ്റ് സ്റ്റേജാണ് കടുക് താളിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വറ്റൽമുളക്, കടുക്, അതുപോലെ ഉള്ളി, ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാവാനായിട്ട് വെക്കുക. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില, നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് പൊട്ടി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടുക് താളിച്ചതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് നല്ലതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ കറി ഇതാ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറിയുടെ റെസിപ്പി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്